നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. മോട്ടിവേഷൻ കോഡ്സ് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഗൂഗിളിൽ മോട്ടിവേഷൻ കോഡ്സ് എന്ന് അടിച്ചു കൊടുത്താൽ വരുന്ന പോസ്റ്ററുകളാണ്. പല ആളുകൾക്കും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ, അതുപോലെ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടായിരിക്കും. അതിലൊക്കെ ഇങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഡ്സ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ അവരുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ഫോളോ ചെയ്തു തുടങ്ങും. അങ്ങനത്തെ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ള കോഡ്സ് അവരുടെ ഫോട്ടോയും അവരുടെ കോഡ്സും വെച്ചുകൊണ്ട് ഡിസൈൻ ചെയ്തതാണ്. ഇങ്ങനെ നമുക്ക് ക്യാൻവയിൽ എങ്ങനെ ഡിസൈൻ ചെയ്ത് നൽകാമെന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത ശേഷം ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എടുക്കാം. ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആകുമ്പോൾ ഒരു സ്ക്വയർ ടൈപ്പ് ആയിരിക്കും. അതിൽ നമുക്ക് എന്താണ് നമ്മൾ താല്പര്യപ്പെടുന്നത് അതിനനുസരിച്ചുള്ള ഡിസൈൻ, ഇവിടെ ഡിസൈൻ എന്നുള്ളടത്ത് സെർച്ച് ചെയ്യാം. ഇവിടെ കോട്ട് ഇൻസ്റ്റഗ്രാം പോസ്റ്റ്സ് എന്ന് ഞാൻ അടിച്ചു. അപ്പോൾ അതിനനുസരിച്ചുള്ള ടെംപ്ലേറ്റ്സ് ആണ് വരിക. നമുക്ക് ആദ്യം കാണുന്ന ഈ പ്രീമിയം ടൈപ്പ് തന്നെ നമുക്ക് എടുത്ത് നോക്കാം. ഇതൊരു പ്രീമിയം ആണ്. ഇവിടെ നമുക്ക് ആളുടെ പിക്ചർ മാറ്റാം, കോഡ്സിനുള്ള ഇതുണ്ട്, അതുപോലെ ഇവിടെ പേര് മാറ്റാം. ഇവിടെ വെബ്സൈറ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ ഒന്നും കൊടുക്കണമെന്നില്ല. അപ്പോൾ നമുക്കൊരു കോട്ട്, ഒരു ഹാർഡ് വർക്കിനെ കുറിച്ചുള്ള ഒരു കോട്ടാണ് നമുക്ക് വേണ്ടത്. നമ്മളെന്ത് ചെയ്യും, ഗൂഗിളിൽ പോയിട്ട് കോട്ട് ഓൺ ഹാർഡ് വർക്ക്, അപ്പോൾ 55 ഹാർഡ് വർക്ക് കോഡ്സ് കണ്ടില്ലേ. ഇതിൽ ചെറുതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഇപ്പോൾ GK നീൽസൺ പറഞ്ഞിട്ടുള്ള ഒരു കോട്ട്, അതുപോലെ ഡ്വാൻ ജോൺസൺ എന്ന സിനിമാ നടനാണ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കോട്ട്. അങ്ങനത്തെ കുറേ കോഡ്സ് ഇവിടെ കാണാം. ഇതിൽ നമുക്ക് താല്പര്യമുള്ളത് ഏതാണോ അതെടുക്കാം. ചെറുതായിരിക്കണം കോട്ട്, അതാണ് ഏറ്റവും നല്ലത്. നമുക്കിത് എടുക്കാം. ഇത് നമ്മളിവിടെ എടുത്ത് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ക്യാൻവയിലേക്ക് പോയി ഇവിടെ നമ്മളത് പേസ്റ്റ് ചെയ്യുന്നു. കണ്ടില്ലേ. ഇനി നമുക്കിത് ആരാണ് പറഞ്ഞത് എന്നുള്ളത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് കോൺറാഡ് ഹിൽട്ടൺ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് നമ്മളിവിടെ കൊടുക്കുന്നു. അതിന് നമുക്കൊരു ടെക്സ്റ്റ് അഡീഷണലായിട്ട് ഇവിടെ കൊടുത്ത ശേഷം ഇവിടെ അത് പേസ്റ്റ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പേര് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ കട്ടി കുറക്കാം, കട്ടി കൂട്ടാം, ഒക്കെ ചെയ്യാം. സൈസ് കൂട്ടാം. ഇതിപ്പോൾ പറഞ്ഞിട്ടുള്ളത് കോൺറാഡ് ഹിൽട്ടൺ എന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിക്ചറാണ് നമുക്ക് ആവശ്യം. അതിന് നമ്മൾ കോൺറാഡ് ഹിൽട്ടൺ, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് ആദ്യമായിട്ട് കേൾക്കുകയാണ്. കോൺറാഡ് ഹിൽട്ടൺ. അദ്ദേഹത്തിൻ്റെ പിക്ചർ നമ്മൾ സെർച്ച് ചെയ്യുന്നു. ഇതാണ് അദ്ദേഹം. ഓക്കെ, ഈ പിക്ചർ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡ് ചെയ്തു. ക്യാൻവയിലേക്ക് വരികയാണ്. ക്യാൻവയിലേക്ക് വന്നാൽ നമുക്കൊന്നുകിൽ ഈ പിക്ചർ, ഇദ്ദേഹത്തിൻ്റെ പിക്ചർ ഇതിലുണ്ടോ നോക്കാം. കോൺറാഡ് ഹിൽട്ടൺ. അദ്ദേഹത്തിൻ്റെ പിക്ചർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ അപ്ലോഡ്സിൽ പോയിട്ട് നേരത്തെ നമ്മൾ കയറ്റി വെച്ചിട്ടുള്ള പിക്ചർ ഇതാ ഇവിടെ നിന്നുണ്ട്. നമുക്ക് അത് എന്ത് ചെയ്യാം, ഇവിടേക്ക് കൊണ്ടുവരാം. അതിവിടെ അപ്ലോഡായി പിക്ചർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. സ്വാഭാവികമായിട്ട് ഈ പിക്ചർ ഇവിടെ നിന്ന് മാറ്റണം അല്ലേ. ഈ പിക്ചർ മാറ്റാൻ എന്ത് ചെയ്യും നമ്മൾ, അത് നമുക്ക് ഇത് ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് മാറ്റാം. ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ എടുത്ത് കൊടുക്കാം. ഇവിടെ ഫോട്ടോസ് എടുത്ത്
റീപ്ലേസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്താൽ ഈ ഇമേജ് മാറിക്കിട്ടും. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പിക്ചറാണ് ഇവിടെ നിന്ന് മാറ്റാനുള്ളത്. ഇത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമില്ല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ നമ്മൾ എഡിറ്റ് ഇമേജ് എടുക്കുന്നു, BG റിമൂവർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഇമേജ് മാത്രമായിട്ട് നമുക്ക് ലഭിക്കുന്നു. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ. ക്യാൻവ പ്രീമിയം എടുത്ത ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അദ്ദേഹത്തിൻ്റെ പിക്ചർ കൊടുത്തു. ഇനി നമുക്ക് വേറൊരു ഡിസൈൻ ഇതിൻ്റെ പിറകിലുണ്ട്, കണ്ടില്ലേ? ആ ഡിസൈൻ ഇദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് വരണം. അതുപോലെ ഇതും ഇദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് വരണം. അത് ക്ലിക്ക് ചെയ്തിട്ട് പൊസിഷൻ എന്നെടുത്തിട്ട് ടു ഫ്രണ്ട് എന്ന് കൊടുത്താൽ അത് മുകളിലേക്ക് വന്നു. ഓക്കെ, അതുപോലെ നേരത്തെ എടുത്തിട്ടുള്ള ആ ഇമേജും പൊസിഷൻ ചെയ്യണം, അതും ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. ഇനി ഇത് ഒന്നും കൂടെ ബാക്കാക്കിയാൽ ഇതും വന്നു. അപ്പോൾ എല്ലാം ഓക്കെ ആയി. ഇനി ഇവിടെ സ്ഥാപനത്തിൻ്റെ പേരെന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഈ രണ്ട് ബ്ലോക്കിനിടയിൽ കൊടുക്കാം. അത്യാവശ്യം നല്ലൊരു കോഡ്സായി, ഒരു കോഡ്സിൻ്റെ പോസ്റ്ററായി. ഇനി നമുക്കിത് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. PNG മോഡൽ തന്നെ എടുക്കാം, അത് ഡൗൺലോഡ് ചെയ്യാം. ഇത്രയുള്ളൂ. വളരെ ഈസി ആയിട്ട് കോഡ്സ് ഡിസൈൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, പോസ്റ്റ് റെഡിയായി. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒക്കെ അപ്ലോഡ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് കോഡ്സിൻ്റെ പോസ്റ്ററുകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. താങ്ക് യു.